അങ്ങനെ ശരിക്കും ചേട്ടനൊക്കെ വരുമ്പോഴാണ് ഈ പഴയ കാലത്തെ അനുഭവങ്ങളും നസീർ സാറുമായിട്ട് ജയൻ സാറുമായിട്ട് സത്യൻ സാറ് അത് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് എത്രയോ പടങ്ങൾ നസീർ സാറായിട്ട് അപ്പം ഞാൻ ഒരു 10-38 പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഭിനയിക്കുന്നു നസീർ സാറിൻ്റെ കൂടെയൊക്കെ. അത് സ്പോട്ട് റെക്കോർഡിങ്. പിന്നെ ഒരുപാട് പടങ്ങൾ ഫൈറ്റ് അത് ഇത് മറ്റേ മനസ്സിൽ. ആദ്യം കൂട്ടുകാരനൊക്കെ ആയിട്ടാണ് ഫിലിമിൽ അഭിനയിച്ചു തുടങ്ങിയത്. പിന്നെ ജനാർദ്ദൻ ഒരു വില്ലനായി മാറി. അതെ അതിനെ പറഞ്ഞു എത്രയോ പറഞ്ഞു. അത് ചീനബേലാണ് ആദ്യത്തെ വില്ലൻ നസീർ സാറിന്റെ കൊടുത്ത്. അത് ഫൈറ്റും അതും ഇതും മറ്റത് പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് വില്ലനായി. ഇത് കാലാന്തരത്തിൽ കുറെ വർഷങ്ങൾ വില്ലൻ ചെയ്ത് ബലാത്സംഗം ചെയ്ത് എല്ലാ പെണ്ണുങ്ങളും. അന്നത്തെ കാലത്തൊക്കെ പ്രേക്ഷകർക്ക് എങ്ങനെയായിരുന്നു ചേട്ടാ വില്ലനോടുള്ള ഒരു അപ്രോച്ച്? നമ്മളോട് കണ്ടാൽ മിണ്ടില്ല, സംസാരിക്കും. പെണ്ണുങ്ങളൊന്നും അടുത്ത് പുറത്തെ കാരണം സ്ക്രീനിൽ കാണുന്നത് ചിരിക്കുക പോലും ഇല്ലല്ലോ. ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോ ഈ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ ചേട്ടൻ സ്ലോലി 80-90 ആയപ്പോ കോമഡി ചെയ്തു തുടങ്ങി. പിന്നെ വില്ലൻ വിട്ടു തുടങ്ങി. ഇപ്പാണെങ്കിൽ ഒരു ചക്കര മുത്തച്ഛനായി മാറി. അതാ ആ ക്യാരക്ടേഴ്സിന്റെ ഉള്ള ചേഞ്ച് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഉണ്ടായതാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല. കോമഡി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. കോമഡി ഇല്ലില്ല, കോമഡി ചെയ്യണം നമ്മൾ കോമഡി മനസ്സിലിട്ടോട്ട് പോയി കോമഡി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി അതിനെപ്പറ്റി യാതൊരു ചിന്തകളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മേലെപ്പറമ്പ് ആൽബീട് അത് രാജസേന്റെ പടം. അത് രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇതിനകത്ത് ഇത് എങ്ങനെയാന്ന് അറിയില്ല, ക്യാരക്ടർ ഒരു കോമഡി ആയിട്ടും ചേഞ്ച് ആയിരുന്നു. ഗുളിക തപ്പട അപ്പൊ അവിടുന്ന് ഞാൻ തുടക്കം കുറേശ്ശെ തുടങ്ങി. CBI കുറിപ്പിൽ ഞാൻ ഒരു വില്ലൻ വേഷമാണെങ്കിൽ പോലും അത് ശബ്ദം ഡയലോഗ് ഡെലിവറി കംപ്ലീറ്റ് കോമഡി കോട്ടയം ക്രിസ്ത്യാനിയുടെ വെച്ചിട്ട് അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. ഔസപ്പച്ചന്റെ ഒരു ക്യാരക്ടർ. അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് പടങ്ങൾ. പിന്നെ കൈ കിട്ടിയത് ഒന്ന് സിദ്ദിഖിലാന്റെ കൈ. അത് പിന്നെ നോക്കണ്ട എല്ലാം കംപ്ലീറ്റ് കോമഡിയുടെ തലകുത്തി പറഞ്ഞ കോമഡി രാജാവാക്കി മാറ്റി കോമഡിയുടെ. ഒരു ആർട്ടിസ്റ്റിനെ യൂസ് ചെയ്യാനുള്ള അവരുടെ കഴിവാണ്, കാരണം നമ്മുടെ കഴിവല്ല. ഇത് അവര് എന്നോട് പറഞ്ഞിട്ടുണ്ടോ, സിദ്ദിഖ് ലാലും പറയും ചേട്ടന്റെ ഡയലോഗ് എഴുതുമ്പോൾ ഞങ്ങൾ ചേട്ടന്റെ വോയിസിൽ സംസാരിച്ചിട്ട് എഴുതുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഒരു ആർട്ടിസ്റ്റിന്റെ ഇരിക്കുന്നത് ജ്യൂസ് ഔട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും അതൊരു ഡയറക്ടറിനാണ് പറ്റുന്നത്, മോർ ദാൻ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ഭയങ്കര സംഭവം. അവരുടെ ഒരു ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ഡയറക്ടർ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം. അതായത് നമ്മൾ വേറെ വിചാരിക്കുന്നത് കുറെ കൽമണ്ണ പൊളിച്ചു കൊടുക്കുക അതിനകത്ത് ഈ ശില്പിയുടെ അടുത്ത്. അപ്പോ ആ ശില്പി ഇത് ചെയ്യുന്ന അയാളുടെ കഴിവുണ്ടല്ലോ, കഴിവുണ്ടായിരിക്കും. ഇത് പലരും ചെയ്ത പലതും പോലിരിക്കും. അതെ ഉദാഹരണത്തിന് ഈ മേലെപ്പറമ്പിൽ ചെയ്ത രാജശേഖരന്റെ CID ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ ഒരുപാട് പടങ്ങളിലത് പക്ക കോമഡി ചെയ്തിട്ടുണ്ട്. അത് അറിയാതെ വരുന്നതാണ് സത്യം. ഇതിൽ കൂടുതൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ എഴുതുന്നവന്റെ കയ്യിലാണ് ഇതിന്റെ ഒരു പാതി ഇരിക്കുന്നത്. സത്യം. ബാക്കി പാതി ഡയറക്ടർ. നമ്മള് നമ്മുടെ കളിമണ്ണാണ്. സത്യം. നമ്മളെ ഇങ്ങനെ അതിനെ ഒരു കറക്റ്റ് ശില്പമായിട്ട് എടുക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇംപ്രവൈസേഷൻ അവസരങ്ങൾ. ആ സമയത്ത് നമുക്ക് വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അറിയാതെ ഇതിനകത്ത് വരും, ഇൻവോൾവ്. ഉദാഹരണത്തിന് കപ്പലല്ലടാ പൊന്നപ്പത്തെ പ്രസ്താവന, അതില് സത്യം പറഞ്ഞാല് ഈ തേക്കെടുക്കുന്ന സമയത്ത് എനിക്ക് തെറ്റിപ്പോയത് ആദ്യം ഇവരുടെ പേര് തപ്പി തെറ്റി. അപ്പൊ സിദ്ദിഖ് കൂടി ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാന്ന് പറഞ്ഞ് അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കയറി കൊടുത്തു. കറക്റ്റ്.